എല്ലാവർക്കും നമസ്കാരം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഗവൺമെന്റ് ഓഫീസ് അതിന്റെ ഡെയിലി ചിലവുകളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന്? പെട്ടെന്നൊരാവശ്യം വന്നാൽ പണം എവിടെ നിന്ന് വരും? ഇന്ന് നമ്മൾ കേരള ഫിനാൻഷ്യൽ കോഡിലെ 5-ാം അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. ആർട്ടിക്കിൾ 90 മുതൽ 101 വരെ കണ്ടിൻജന്റ് ചാർജുകൾ, അതായത് ആകസ്മിക ചിലവുകളെക്കുറിച്ചുള്ള നിയമങ്ങൾ നമുക്ക് വളരെ ലളിതമായി ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. ശരി, അപ്പോൾ ഈ വിഷയം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഒന്നാമതായി, എന്താണ് ഈ കണ്ടിൻജന്റ് ചാർജ്? രണ്ടാമത്, ആരാണിത് അനുവദിക്കുന്നത്? മൂന്നാമതായി, പെർമനന്റ് അഡ്വാൻസ് എന്നൊരു സംവിധാനമുണ്ട്, അതെന്താണ്? പിന്നെ ചില പ്രത്യേകതരം അഡ്വാൻസുകളുമുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. എന്താണ് ഈ പറയുന്ന കണ്ടിൻജന്റ് ചാർജുകൾ? ആർട്ടിക്കിൾ 90, 91 എന്നിവ നമുക്കൊന്ന് പരിശോധിക്കാം. ആർട്ടിക്കിൾ 90 ഇതിനൊരു നിർവചനം തരുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്നതുപോലെ കോണ്ടിൻജന്റ് ചാർജസ് അല്ലെങ്കിൽ കോണ്ടിൻജൻസീസ് എന്നു പറഞ്ഞാൽ ഒരു ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ ആകസ്മികവും മറ്റു ചിലവുകളും ഇതിൽപ്പെടും. ലളിതമായി പറഞ്ഞാൽ, നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു ചെറിയ തുക അപ്രതീക്ഷിത ആവശ്യങ്ങൾക്കായി വെക്കില്ലേ, ഒരു പെറ്റി ക്യാഷ് പോലെ. ഏകദേശം അതുപോലൊരു സംവിധാനമാണിത്. ഇനി ആർട്ടിക്കിൾ 91 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നിയമങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നാണ്. അതായത്, ഒരു പ്രത്യേക ചെലവിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് വേറെ നിയമങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഈ അധ്യായത്തിലെ നിയമങ്ങൾ വേണം പാലിക്കാൻ. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഡീഫോൾട്ട് റൂളാണ്. ശരി, അപ്പോൾ ഇങ്ങനെയുള്ള ചിലവുകളുണ്ട് എന്ന് മനസ്സിലായി. ഇനി സ്വാഭാവികമായും വരുന്നൊരു ചോദ്യമാണ്, ആരാണ് ഈ പണമൊക്കെ കൊടുക്കാൻ അധികാരം കൊടുക്കുന്നത്? അല്ലേ? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ആർട്ടിക്കിൾ 92 വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഓഫീസിലെ മേധാവി, അതായത് ഹെഡ് ഓഫ് ദി ഓഫീസിന് ഈ ചിലവുകൾക്ക് അനുമതി കൊടുക്കാം. പക്ഷേ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനുണ്ട്. ആ വർഷത്തെ ബഡ്ജറ്റിൽ ഇതിനുവേണ്ടി പണം നീക്കിവച്ചിട്ടുണ്ടാവണം. അല്ലാതെ ബഡ്ജറ്റിൽ ഇല്ലാത്ത ഒരു രൂപ പോലും ചെലവഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഓഫീസ് മേധാവിക്ക് തോന്നിയ പോലെ എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കാമോ? ഒരിക്കലുമില്ല. അവിടെയാണ് ആർട്ടിക്കിൾ 93 വരുന്നത്. അദ്ദേഹത്തിന്റെ അധികാരങ്ങൾക്ക് ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നറിയുമോ? അതാണ് ബുക്ക് ഓഫ് ഫിനാൻഷ്യൽ പവേഴ്സ് എന്ന വളരെ പ്രധാനപ്പെട്ടൊരു ഡോക്യുമെന്റ്. അതിൽ ഓരോരുത്തരുടെയും സാമ്പത്തിക അധികാരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഈ ഡെയിലി വരുന്ന ചെറിയ ചെറിയ ചെലവുകൾക്ക് ഓരോ തവണയും ബില്ല് പാസാക്കി ട്രഷറിയിൽ പോയി വരുന്നത് പ്രാക്ടിക്കൽ അല്ലല്ലോ. അതിനൊരു എളുപ്പവഴി വേണ്ടേ? ആ സംവിധാനത്തിന്റെ പേരാണ് പെർമനന്റ് അഡ്വാൻസ്. എന്താണിത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആർട്ടിക്കിൾ 94 പെർമനന്റ് അഡ്വാൻസ് എന്താണെന്ന് പറയുന്നത്. അതായത്, ട്രഷറിയിൽ നിന്ന് ഒരു ബില്ല് പാസാക്കി പണം കിട്ടുന്നതിന് ഒരു സമയമെടുക്കുമല്ലോ. ആ സമയത്തിനുള്ളിൽ വരുന്ന അത്യാവശ്യ ചെലവുകൾ നേരിടാൻ വേണ്ടി ഓഫീസുകൾക്ക് മുൻകൂറായി നൽകുന്ന ഒരു ഫിക്സഡ് എമൗണ്ടാണിത്. അപ്പോൾ ഈ പെർമനന്റ് അഡ്വാൻസിന്റെ പ്രവർത്തനം നമുക്ക് സിമ്പിളായി 3 സ്റ്റെപ്പുകളായിട്ട് മനസ്സിലാക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, അഡ്വാൻസ് അനുവദിക്കുന്നു. രണ്ടാമത്, ആ പണം ഉപയോഗിച്ച് ചിലവുകൾ നടത്തുന്നു. മൂന്നാമതായി, ചിലവായ പണത്തിന് കണക്ക് കൊടുത്ത് ആ തുക തിരികെ വാങ്ങുന്നു. ഇതിനെ റീക്യൂപ്മെന്റ് എന്ന് പറയും. ഈ ഓരോ സ്റ്റെപ്പും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് അഡ്വാൻസ് നൽകുന്നത്, ആർട്ടിക്കിൾ 95-ലും 96-ലുമാണ് പറയുന്നത്. ഇതിന് അധികാരപ്പെട്ട ഒരു അതോറിറ്റി ഓരോ ഓഫീസിന്റെയും ആവശ്യമനുസരിച്ച് ഒരു തുക നിശ്ചയിക്കും. ഇനി കാര്യങ്ങൾ സുതാര്യമായിരിക്കണമല്ലോ, അതുകൊണ്ട് ഈ തുകയും അതിന്റെ വിശദാംശങ്ങളും രജിസ്റ്റർ ഓഫ് പെർമനന്റ് അഡ്വാൻസസിൽ കൃത്യമായി രേഖപ്പെടുത്തുകയും വേണം. ശരി, പണം കിട്ടി, ചിലവഴിച്ചു. ഇനി കയ്യിലെ കാശ് കുറയുമ്പോഴെന്തു ചെയ്യും? അവിടെയാണ് റീകൂപ്മെന്റ് എന്ന പ്രോസസ്സ് വരുന്നത്. ആർട്ടിക്കിൾ 97, 98 എന്നിവയിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. സംഭവം സിമ്പിളാണ്. ചിലവാക്കിയ തുകയുടെ ബില്ലുകളും വൗച്ചറുകളും എല്ലാം കൂടി ട്രഷറിയിൽ കൊടുക്കും. അപ്പോൾ ട്രഷറി അത്രയും തുക തിരിച്ചു തരും. അങ്ങനെ നമ്മുടെ അഡ്വാൻസ് എമൗണ്ട് പഴയതുപോലെ ഫുള്ളാവും. ഇതങ്ങനെ തുടർന്നു പോകുന്നൊരു സൈക്കിളാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് സ്ഥിരം ചെലവുകളെക്കുറിച്ചാണ്, അല്ലേ? പക്ഷേ എല്ലാ ആവശ്യങ്ങളും അങ്ങനെയല്ലല്ലോ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം വരുന്ന ചെലവുകളുണ്ട്. അതിനുവേണ്ടി പ്രത്യേക തരം അഡ്വാൻസുകളുണ്ട്. അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇവിടെയാണ് ഈ 2 തരം അഡ്വാൻസുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ക്രീനിന്റെ ഇടതുവശത്തുള്ള പെർമനന്റ് അഡ്വാൻസ് എന്ന് പറയുന്നത് സ്ഥിരമായി ഓഫീസിൽ വേണ്ടിവരുന്ന ചിലവുകൾക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡിംഗ് ഫണ്ടാണ്. എന്നാൽ വലതുവശത്തുള്ള ടെമ്പററി അഡ്വാൻസ് അങ്ങനെയല്ല. അത് ഒരു പ്രത്യേക ആവശ്യത്തിനു വേണ്ടി മാത്രം ഒരു തവണത്തേക്ക് നൽകുന്ന ഒന്നാണ്. ആർട്ടിക്കിൾ 99 ഈ ടെമ്പററി അഡ്വാൻസിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു വലിയ സെമിനാർ സംഘടിപ്പിക്കുന്നുവെന്ന് കരുതുക. അതിന്റെ ചിലവുകൾക്കായി മാത്രം ഒരു തുക അനുവദിക്കേണ്ടിവരും. അത്തരം സാഹചര്യങ്ങളിലാണ് ഈ താൽക്കാലിക അഡ്വാൻസ് കൊടുക്കുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 100.
ഇത് മറ്റൊരു സ്പെഷ്യൽ അഡ്വാൻസ് ആണ്, ടൂർ അഡ്വാൻസ്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഒരു ഒഫീഷ്യൽ യാത്ര പോകുമ്പോൾ അദ്ദേഹത്തിന് യാത്രാഭത്തയും താമസ സൗകര്യവും ഭക്ഷണത്തിനുള്ള പണവുമൊക്കെ വേണ്ടിവരുമല്ലോ. അതിനുവേണ്ടി മുൻകൂറായി നൽകുന്ന തുകയാണ് ഈ ടൂർ അഡ്വാൻസ്. അവസാനമായി ആർട്ടിക്കിൾ 101. ഇത് നിയമപരമായ ചെലവുകൾക്കുള്ള അഡ്വാൻസിനെ പറ്റിയാണ് പറയുന്നത്. ഗവൺമെന്റ് ഒരു പാർട്ടിയായിട്ടുള്ള നിയമപരമായ കേസുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ വക്കീൽ ഫീസ്, കോടതി ചെലവുകൾ തുടങ്ങി പല ആവശ്യങ്ങളും വരും. അത്തരം ചെലവുകൾക്കായി ഒരു അഡ്വാൻസ് എടുക്കാൻ ഈ ആർട്ടിക്കിൾ അനുവാദം നൽകുന്നു. അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? ഈ 5-ാം അധ്യായം എന്ന് പറയുന്നത് കുറെ നിയമങ്ങൾ മാത്രമല്ല. ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫീസുകളിലെ പണമിടപാടുകൾ വളരെ സ്മൂത്തായിട്ട് നടത്താനുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്ലാനാണിത്. എന്താണ് ചിലവ് എന്ന് പറയുന്നത് തൊട്ട് ആരാണ് പണം കൊടുക്കേണ്ടത്, അതെങ്ങനെ റീഫിൽ ചെയ്യണമെന്നതുവരെ എല്ലാത്തിനും ഒരു കൃത്യമായ ചട്ടക്കൂട് ഇത് നൽകുന്നുണ്ട്. അപ്പോ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചിന്തിക്കാൻ ഒരു ചോദ്യം ഇവിടെയുണ്ട്. എന്തിനാണ് ഇത്രയധികം നിയമങ്ങളും ചട്ടങ്ങളും? ഈ കാണുന്ന ഓരോ നിയമവും ഓരോ ചട്ടവും പൊതുജനങ്ങളുടെ പണം, അതായത് നമ്മുടെയെല്ലാം പണം ശരിയായ രീതിയിലാണ് ചിലവഴിക്കുന്നതെന്നും അതിന് കൃത്യമായ കണക്കുണ്ടെന്നും ഉറപ്പുവരുത്തുന്നതിൽ എത്രത്തോളം വലിയൊരു പങ്കാണ് വഹിക്കുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്തു തോന്നുന്നു? അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.